പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വളരെയേറെ മനോവ്യഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മനസ്സാകെ വിങ്ങുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. 150-ലധികം ആളുകൾ മരിച്ചതായിട്ടാണ് കണക്ക്. എത്ര പേരിനിയും മണ്ണിനടിയിലുണ്ട് എന്നത് ആർക്കും അറിയില്ല. അവിടെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏതാണ്ട് ഒരു 10ാമത്തെ ഉരുൾപൊട്ടലാണ്. ഉരുൾപൊട്ടിക്കൊണ്ടിരിക്കുന്നു, ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. അതല്ലാതെ ഒന്നും മാറ്റമുണ്ടാകുന്നില്ല. മരണത്തിൻ്റെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടുമിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ എന്താ? ഇതെത്ര വലിയ ദുരിതമാണ്, ദുരന്തമാണ്, ആളുകൾ മരിച്ചതിൻ്റെ കണക്കുകളിൽ അതിൻ്റെ ദൃശ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്നു, ഗ്രാമങ്ങൾ മുഴുവൻ ഒലിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പോലെ വളരെ മെലോഡ്രാമാറ്റിക് ആയിട്ടുള്ള വാർത്തകളാണ് അച്ചടി മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും നിറഞ്ഞൊഴുകുന്നത്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ. ദൃശ്യമാധ്യമങ്ങളൊട്ടും പുറകിലല്ല. അപ്പോൾ ഇതിലൂടെയൊക്കെ തന്നെ ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിച്ച്, അവരുടെ മനോവ്യഥ വർദ്ധിപ്പിച്ച്, അവരുടെ ഹൃദയമിടിപ്പ് കൂട്ടി, ഇതാണ് ഈ മാധ്യമങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഉരുൾപൊട്ടലുകൾ നിരന്തരം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 1980 മുതൽ 2016 വരെ ഏതാണ്ട് 200 ചില്ലാനം പേരാണ് മരിച്ചതെങ്കിൽ 2018-നും 2023-നും ഇടയിലും ഏതാണ്ട് ഒരു 200 ചില്ലാനം ആളുകൾ മരിച്ചിരിക്കുന്നു. അപ്പോൾ 51 മുതൽ 2016 വരെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 10, 40, 20, 60 വർഷത്തിനിടയിൽ 200 ചില്ലാനം പേരാണ് മരിച്ചതെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മാത്രം ഏതാണ്ട് അത്രത്തോളം ആളുകൾ മരിച്ചിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചടുലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ ഈ ആളുകളുടെ മരണസംഖ്യ ഇത്രയും കൂടുന്നത്. ഇത് കാലാവസ്ഥയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടാണെന്നും അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന സാങ്കേതികമായിട്ടുള്ള ക്ലൗഡ് ബേഴ്സ്റ്റ് അതുകൊണ്ടാണെന്നും അറബിക്കടലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടാണെന്നും വളരെ വലിയ അളവിലുള്ള തീവ്രമായിട്ടുള്ള മഴ വളരെ കുറച്ച് പ്രദേശത്ത് പെയ്യുമ്പോൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു അനന്തര ഫലമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാങ്കേതികതയിൽ ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് വലിയ ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ദുരന്തം നടന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ ദുരന്ത ബാധിതരെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇതെങ്ങനെയാണ് ഇതുണ്ടായതെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മളിപ്പോൾ പോകണ്ട എന്ന് പറഞ്ഞിട്ടുള്ള വാദമുഖങ്ങൾ ഉയരുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ വാദമുഖങ്ങളൊക്കെ ഉയരുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വയനാട് ജില്ലയിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനും വയനാട് ജില്ലയിൽ തന്നെയുള്ള പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകരിൽ ഒരാളുമായിട്ടുള്ള ശ്രീമാൻ K.A. ഷാജി, അദ്ദേഹവുമായി ഞാൻ വിശദമായി സംസാരിക്കുകയുണ്ടായി. ഞാൻ ഷാജിയുമായി നടത്തിയ സാമാന്യം ദീർഘമായിട്ടുള്ള ആ സംഭാഷണം കേട്ട് കഴിയുമ്പോൾ ഞാൻ ഈ ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊക്കെ വളരെ കൃത്യമായിട്ടുള്ള മറുപടി നമുക്ക് ലഭിക്കും എന്നുള്ളതുകൊണ്ട് ഷാജിയുമായിട്ടുള്ള എൻ്റെ സംഭാഷണത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ഷാജി, ഇപ്പോൾ ഇന്നലെ മുതൽ വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള ഈ ഉരുൾപൊട്ടലിൽ 150-150-ലധികം ആളുകൾ മരിച്ചു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. മരണസംഖ്യ കൂടും എന്നും അറിയുന്നു. അപ്പം ഇതിലിപ്പോൾ ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും ഒക്കെ ഇതിന്റെ ഒരു ദുരിതത്തിന്റെയും ദുരന്തത്തിന്റെയും ഒരു ഭാഗം ഇങ്ങനെ പൊലിപ്പിച്ച് കാണിച്ച് വാർത്തകൾ കൊടുക്കുന്നതല്ലാതെ എന്തുകൊണ്ട് ഇങ്ങനെയൊന്ന് ഇപ്പോൾ ഉണ്ടായി എന്നുള്ളത്, ഈ ഉണ്ടായി എന്നുള്ളതിന് വരുന്ന ഔദ്യോഗിക പ്രതികരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മഴ കൂടിയിട്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ട്, അപ്പൊ ഇതിന്റെ അടിത്തട്ടിൽ ഇതിന് കാരണമായിട്ടുള്ള യഥാർത്ഥ കാരണങ്ങൾ എന്ത് എന്നുള്ളതും ഇനി ഇതുപോലെ ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള വിഷയം ചർച്ച ചെയ്യപ്പെടുന്നതേ ഇല്ല. അപ്പൊ അതിനെക്കുറിച്ച് ഒരു പരിസ്ഥിതി പ്രവർത്തനം എന്നുള്ള നിലയിലും വയനാട് എന്നുള്ള ഒരു പ്രമുഖനായിട്ടുള്ള മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയിലും എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അപ്പൊ ഇതില് അടിസ്ഥാനപരമായിട്ട് ഇപ്പോ ഈ ദുരന്തം നടന്നതിന് ശേഷം വരുന്ന ഒരു വാദഗതി എന്ന് പറയുന്നത്, നമ്മൾ തൽക്കാലം ദുരന്തത്തിന്റെ മുകളിൽ മാത്രം ശ്രദ്ധിക്കുക, രക്ഷാപ്രവർത്തനത്തിന് ശ്രദ്ധിക്കുക, കൂടുതൽ വലിയ കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യുക എന്നുള്ളൊരു വാദമുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്ന ആളുകളും മറന്നു പോകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാല്, ഇതിന്റെ തൊട്ടടുത്ത് ഒരുപാട് പരിസ്ഥിതി ലോലമായ പ്രദേശങ്ങളുണ്ട്. ഇതുപോലത്തെ ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ വേറെ ഉണ്ട്.
അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ദുരന്തം ഉണ്ടാവും, മുന്നോട്ടും ഉണ്ടാവും. കാരണം മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു സ്ഥലങ്ങളിലും ഇതുപോലെ ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോ ഇന്ത്യയിൽ മൊത്തത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ സാധ്യത കേരളത്തിലാണ്. അപ്പൊ അത് പറയുമ്പോൾ ആളുകൾക്ക് അവിശ്വസനീയതയാണ്. കാരണം നമ്മളിപ്പോ ഹിമാലയൻ മേഖലയിൽ വലിയ തോതിലുള്ള ഉരുൾപൊട്ടലുകൾ സ്ഥിരമായിട്ട് ഉണ്ടാകാറുണ്ട്. ഉത്തരാഖണ്ഡ് പോലെ. പക്ഷെ കേരളം എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ പ്രദേശത്ത്, പ്രത്യേകിച്ച് ഈ പശ്ചിമഘട്ട മേഖലയിൽ ഏറ്റവും കൂടുതൽ, അതിപ്പോ ചിലപ്പോൾ എണ്ണത്തിന്റെ കാര്യത്തിൽ, ചിലപ്പോൾ ആഘാതത്തിന്റെ കാര്യത്തിൽ ഉത്തരേന്ത്യയിലെ ഉരുൾപൊട്ടലുകളൊക്കെ ആയിരിക്കാം. പക്ഷേ കേരളത്തിൽ ഇതിന്റെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഓരോ മഴക്കാലത്തും ഇത് സംഭവിച്ചപ്പോൾ ഒരു വാർഷിക പ്രതിഭാസമായിട്ട് മാറി. പ്രത്യേകിച്ച് നമ്മുടെ 2018 ഈ ഫ്ലഡിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം 2018 കേരളം കണ്ട ഏറ്റവും അധികം ഉരുൾപൊട്ടലുകൾ കേരളത്തിലുണ്ടായത്. പ്രധാനമായിട്ടും വയനാട്, ഇടുക്കി, മലപ്പുറം ഇതുപോലുള്ള ജില്ലകളിലാണ്, കോട്ടയം ജില്ലയുടെ ചില ഭാഗങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷെ ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ അത് എണ്ണം കൂടി 2018. പക്ഷെ ഇപ്പോഴേക്ക് അത് കുറച്ചുകൂടി അതിന്റെ ഭാവത്തിനും രൂപത്തിലും ഒക്കെ മാറ്റം വന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോ നമ്മളെന്താ പറയുക, ഇതിന്റെ ആന്തരികമായ യഥാർത്ഥ കാരണങ്ങളിലേക്ക് ഇതിനകത്ത് രണ്ടു കാര്യങ്ങൾ ഇപ്പൊ ശാസ്ത്രജ്ഞന്മാരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ, ഈ ഭീകരമായ മഴ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ക്രമാതീതമായ മഴ ചുരുങ്ങിയ സമയത്ത് ഒരു ചെറിയ പ്രദേശത്ത് അതിശക്തമായിട്ട് പെയ്യുമ്പോൾ അവിടുത്തെ മണ്ണിലത് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ആ മണ്ണിന് താങ്ങാനാവാതെ വരികയാണ്. ഈ വെള്ളത്തിന് മൊത്തത്തിൽ അബ്സോർബ് ചെയ്യുന്നത്. കേരളത്തിൽ ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് മഴ ചെറിയൊരു സ്ഥലത്ത് പെയ്യുന്നത് ഒരു പുതിയ പ്രതിഭാസമാണോ അതോ നേരത്തെ മുതലുള്ളതാണോ? അത് നമുക്കിപ്പോ 2018 തൊട്ടാണല്ലോ, നമ്മുടെ ഫ്ലഡ് തൊട്ടാണല്ലോ നമ്മളിപ്പോ കാണാം. അതുപോലെ ഒരു ക്ലൗഡ് ബേസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം താരതമ്യേന പുതിയൊരു സംഭവമാണ്. ഈ ക്ലൗഡ് ബേസ്ഡിലാണ് ഒരു വേഗ വിസ്ഫോടനത്തിലാണ് ഒരു ചെറിയ പ്രദേശത്ത്. കാരണം ചിലപ്പോൾ ഒരു പഞ്ചായത്തിലായിരിക്കും, ചിലപ്പോൾ ഒരു വാർഡിലായിരിക്കും, ഒരു ചെറിയ ഏരിയയിൽ ഹൈ ഇന്റൻസിറ്റി റെയിൻ ഇൻ എ ഷോർട്ട് ഡ്യൂറേഷൻ എന്നാണ് പറയുക. അപ്പൊ ചുരുങ്ങിയ സമയം കൊണ്ട് ഭയങ്കര ശക്തിയുള്ള മഴ. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഇവരൊക്കെ പറയുന്നത്, ക്ലൈമറ്റ് എക്സ്പേർട്ടുകളൊക്കെ പറയുന്നത്, ഈ അറബിക്കടലിന്റെ താപം ഒരുപാട് കാലമായിട്ട്, പണ്ടൊന്നും അറബിക്കടൽ വളരെ ശാന്തമായിരുന്നു. ഒരു കാലത്ത് നമുക്ക് ഓർമ്മയില്ല, നമ്മൾ ഈ ഓറീസ് ഏരിയ, ആന്ധ്രയിലൊക്കെ ചുഴലിക്കാറ്റുണ്ടാവുന്നു. മലയാളികൾ ചുഴലിക്കാറ്റിനെ കുറിച്ച് കേട്ടിട്ടില്ല. അതുപോലെ അപ്പൊ നമ്മുടെ അറബിക്കടൽ പൊതുവെ ശാന്തമായത്, ബംഗാൾ ഉൾക്കടലായിരുന്നു എപ്പോഴും അശാന്തമായി കിടന്നിരുന്ന ഒരു സംഭവം. പക്ഷെ ഈ അറബിക്കടലിൽ കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് ഒരുപാട് ചുഴലിക്കാറ്റുകൾ ഉണ്ടാവുന്നു, താപത്തിന്റെ അളവ് കൂടുന്നു. അങ്ങനെ ഇവിടെ നിന്ന് വരുന്ന ഈ കടലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കാലാവസ്ഥാപരമായ മാറ്റങ്ങൾ ഒരുപാട് മഴയെയും മഴയുടെ തീവ്രതയൊക്കെ കൂട്ടിയിട്ടുണ്ട്. കടലിൽ പെട്ടെന്നുണ്ടായ മാറ്റത്തിന്റെ കാരണം എന്താണെന്നുള്ള ചോദ്യം വരില്ല. അല്ല, അതിനകത്ത് നല്ലൊരു പങ്ക് ഈ ആഗോളതാപനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ ഇതിനകത്തുള്ളൊരു പ്രശ്നം കൂടിയെന്ന് പറയും, നമ്മളിപ്പോ ഇതൊക്കെ ആഗോളതാപനം വരുത്തി വെച്ചതാണ്. നമുക്ക് ആകെ കൂടി ചെയ്യാൻ പറ്റുന്നത് ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുക, അവിടേക്ക് വേണ്ട കുറച്ച് സഹായങ്ങൾ കൃത്യമായി എത്തിച്ചു, ചാരിറ്റി വർക്ക് നടത്തുക. ഇതോടുകൂടി നമ്മുടെ പൊതുസമൂഹത്തിന്റെ സർക്കാരിന്റെയോ ദൗത്യം കഴിഞ്ഞു എന്നുള്ള ലെവലിലാണ് ആളുകൾ ചിന്തിക്കുന്നത്. അതുപോലെ ചില ആളുകൾ ചോദിക്കും, 1921 ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ, ഇതിന് മുന്നേ 1946 ഉരുൾപൊട്ടൽ ഉണ്ടായില്ലേ, 50കളിലും 60കളിലും ഉരുൾപൊട്ടൽ ഉണ്ടായില്ലേ, അന്നെന്താ കാടില്ലായിരുന്നു, അന്നെന്താ ഗാർഡിൽ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ. അപ്പൊ ഇതിനകത്തുള്ള ഒരു പ്രശ്നം വെച്ചാല്, തീർച്ചയായിട്ടും അതിശക്തമായ മഴയും കാലാവസ്ഥാ മാറ്റവും ഇതിന്റെ കാരണം തന്നെയാണ്. പക്ഷേ ആ കാരണത്തെ, അതുണ്ടാക്കുന്ന ആഘാതത്തെ തീവ്രമാക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുടെ മനുഷ്യരുടേതായിട്ടുള്ള ഇടപെടലുകളുണ്ട്. അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചകളുണ്ട്, പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളുണ്ട്, ജനങ്ങളുടെ ജീവിത രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്ത് തന്നെ ഇപ്പൊ നമ്മൾ ഈ പർട്ടിക്കുലർ സ്ഥലത്തേക്ക് വരുമ്പോൾ, ഇവിടെ ചില ആളുകളൊക്കെ പറയുന്നു, നിങ്ങൾ പാവപ്പെട്ട മനുഷ്യരോട് പറയുന്നു അവിടെ നിന്ന് മാറിപ്പോകാൻ പറയുന്നു, ക്രൂരതയിൽ. നമ്മൾ പാവപ്പെട്ടവരോടല്ല മാറിപ്പോകാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ ചോദിച്ചു, അവിടെ ജീവിച്ച ഇപ്പൊ ഈ മരണത്തിലേക്ക് പോയ മനുഷ്യരുണ്ട്, നല്ലൊരു പക്കും വളരെ സാധുക്കളായ തോട്ടത്തൊഴിലാളികളായ മനുഷ്യന്മാരുണ്ട്, നാമമാത്ര കർഷകരുണ്ട്. ഈ മനുഷ്യരൊക്കെ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട്, വേറെ ഉപജീവനത്തിന് മാർഗമില്ലാത്തതുകൊണ്ടാണ് അവിടെ താമസിക്കുന്നത്. പക്ഷെ എന്നാൽ അവിടെ 3-4 റിസോർട്ടുകളുണ്ട്. ഈ റിസോർട്ടുകൾ എങ്ങനെ അവിടെ വന്നു? അപ്പൊ അത് വലിയ നിലയിലുള്ള കൺസ്ട്രക്ഷൻ ഒന്നും പാടില്ല എന്ന് അതിലോലമായിട്ടുള്ള ഇതുപോലുള്ള ഡിസാസ്റ്റർ വരുന്ന സ്ഥലമാണെന്ന് മാധവ് ഗാഡ്ഗിലിന്റെ കമ്മിറ്റിയെ കണ്ടുപിടിച്ച ഈ സ്ഥലത്ത്, അതായത് 2013 ഈ മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷമാണ് അവിടെ റിസോർട്ടുകൾ വരുന്നത്. അപ്പൊ ഈ റിസോർട്ടുകൾ അത്രമേൽ നിയമം ലംഘിച്ചുകൊണ്ടാണല്ലോ വന്നത്. ഇന്നലെ തന്നെ അവിടെ എന്ന് പറയുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് എന്താ, ഈ പല റിസോർട്ടുകളിലാണ് ആളുകൾ സ്വന്തം വീട് ചെളിയിൽ പൂണ്ടുപോയപ്പോൾ ആളുകൾ അഭയം തുടങ്ങിയിരുന്ന റിസോർട്ടുകളിലാണ്. അപ്പോൾ അതൊരു ഇതൊരു ക്രൂരമായ തമാശയാണ്. കാരണം സാധാരണഗതിയിൽ ഒരു ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ഒരു പ്രകൃതി ദുരന്തത്തിൽ നിന്നുള്ള ആളുകൾക്ക് താൽക്കാലികമായിട്ട് അഭയം കൊടുക്കുന്നു പറഞ്ഞതൊരു വല്ലാത്തൊരു അത്ഭുതമാണ്. കാരണം ആ റിസോർട്ട് മാത്രമാണ് അവിടെ അതിജീവിക്കുന്നത്, അവിടുത്തെ ബിൽഡിങ്ങുകളിൽ. വേറൊരു സ്ഥലത്ത് ആളുകൾക്ക് കയറി നിൽക്കാൻ പറ്റുന്നില്ല. ഇത്തരത്തിൽ ഇത്ര പരിസ്ഥിതി
അനുകൂലമായ പ്രദേശമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആളുകൾ അവിടെ പണം നിക്ഷേപിച്ച് അവിടെ റിസോർട്ട് ഉണ്ടാകുന്നു. ആ റിസോർട്ടിൽ അതായത് പൊതുവിൽ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലാവസ്ഥയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഭൂമിയിൽ നമ്മൾ ഉണ്ടാക്കിയ മാറ്റത്തിന് അതിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ഇല്ല, ഈ കാലാവസ്ഥാ മാറ്റത്തിന്റെ ആഘാതത്തിന് അതിന്റെ തീവ്രത കൂട്ടുകയും അതിന്റെ ആഘാതം കൂട്ടുകയും മനുഷ്യരുടെ മുള്ള ദുരിതത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഈ റിസോർട്ടുകൾ വരുന്നു. അതുപോലെ അവിടെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റോഡ് പണിയുന്നു, പാലം പണിയുന്നു. ഈ മേഖലയിൽ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള നിർമ്മാണങ്ങൾ പാടില്ലാത്തതാണ്. പുത്തുമല ദുരന്തം ഉണ്ടായപ്പോൾ 4 കൊല്ലം മുന്നേ പുത്തുമല ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ പറഞ്ഞതാണ്, ഇത് വളരെ അവിടുത്തെ മണ്ണിന്റെ സ്വഭാവം തന്നെ വളരെ ദുർബലമാണ്. അവിടെ വലിയ തോതിലുള്ള ഇതുപോലുള്ള കൺസ്ട്രക്ഷൻസ് അനുവദിക്കാൻ പാടില്ലാത്തതാണ്. പിന്നെ 1980 തൊട്ടാണ് ഹാരിസൺ മലയാളം അവിടുത്തെ തേയിലത്തോട്ടം പുനരുദ്ധരിച്ചുകൊണ്ട് വന്നപ്പോൾ ഈ മോണോക്രോപ്പിങ്ങിന് കുറെ പ്രശ്നമുണ്ട്. കാരണം ഈ തേയില കുറ്റിച്ചെടി പോലത്തെ ഒരു സാധനമാണ്. അപ്പൊ തേയിലയുടെ വേരുകൾക്ക് മണ്ണിനെ അങ്ങനെ പിടിച്ചു നിർത്താനോ ഇതിന്റെ അത് കൊണ്ട് കഴിയില്ല. ഒരു മിക്സഡ് ഒരു പലതരം മരങ്ങളുള്ള ഒരു സ്വാഭാവികമായ ഒരു തോട്ടമാണെങ്കിലോ അല്ലെങ്കിൽ സ്വാഭാവികമായ ഒരു ഫോറസ്റ്റ് ആണെങ്കിലോ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറെ കൂടി മണ്ണ് സോളിഡ് ആയിട്ട് അവിടെ നിൽക്കും, പിടിച്ചു നിർത്തും. അപ്പൊ ഈ മോണോക്രോപ്പിക് അത് ഏത് മോണോക്രോപ്പ്, അത് കാപ്പി ആവട്ടെ, ഒരു ഇതുപോലെ തേയിലയാവട്ടെ, മറ്റെന്തായാലും മോണോക്രോപ്പിക് ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ റബ്ബർ തോട്ടം പോലും വനമല്ല എന്നും അല്ലെങ്കിൽ അതൊരു പാരിസ്ഥിതികമായിട്ടുള്ള സന്തോഷത്തെ സഹായിക്കില്ല എന്ന് പറയുന്നത്. ഒരേ തരത്തിലുള്ള മരങ്ങൾ വളരുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും. പിന്നെ ഈ നമ്മൾ വേറൊരു സംഭവം നോക്കിയപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കൊട്ടിഘോഷിച്ച് കൊണ്ടുവരുന്ന മറ്റൊരു പദ്ധതിയാണ് സിൽവർ ലൈൻ കഴിഞ്ഞ് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ വയനാട്ടിലേക്കുള്ള തുരങ്കപ്പാത. അപ്പൊ സർക്കാർ പറയുന്നത് ഇന്ത്യ രാജ്യത്തെ 3ാമത്തെ വലിയ തുരങ്കപ്പാത എന്നാണ് പറയുന്നത്. അത് വരുന്നത് ഈ സ്ഥലത്ത് നിന്നും അല്പം മാറിയിട്ടാണ്, ഏതാനും കിലോമീറ്ററിന്റെ ദൂരമുള്ളൂ, 4-5 കിലോമീറ്റർ ഉണ്ടാവും. കാരണം പുത്തുമലയുടെ തൊട്ടടുത്തോടെയാണ് പോകുന്നത്. അപ്പോ അത്തരത്തിൽ മണ്ണിന്റെ അടിയിൽ അങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയാൽ അതിന് എന്തുമാത്രം ആഘാതമാണ് ഈ പ്രദേശങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ എന്തുകൊണ്ടാണ് ചിന്തിക്കേണ്ടത്? ഇതൊക്കെയല്ലേ ചിന്തിക്കേണ്ടത്? ഒരു ദുരന്തം വരുമ്പോൾ നമ്മൾ ഈ പല രീതിയിലുള്ള കാര്യങ്ങൾ ചിന്തിക്കണ്ടേ? എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും, എങ്ങനെ അതിജീവിക്കും, ഇനി ഈ പ്രദേശങ്ങൾക്ക് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റും. ഇനി വേറൊരു കാര്യം കൂടി, ഇപ്പൊ 2018 ഈ ഫ്ലഡ് ഒക്കെ നടന്ന സമയത്ത് ഒരുപാട് ഈ ഇത് ലാൻഡ് സ്ലൈഡ് നടന്ന സമയത്ത് സർക്കാർ പറഞ്ഞു മൈക്രോ ലെവലിലുള്ള ലാൻഡ് സ്ലൈഡ് ഹസാർഡ് മാപ്പിംഗ് കേരളത്തിൽ നടത്തും. അപ്പൊ ഇതിനകത്ത് ഈ വൾണറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എത്ര മനുഷ്യരുണ്ട്, ആ മനുഷ്യരെ കണ്ടെത്തി അവർക്ക് പുനരധിവാസം, അവരെ മാറ്റി പാർപ്പിക്കാനുള്ള സംഭവം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നടത്തിയ പഠനത്തിൽ നിന്ന് ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആളുകൾ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഉരുൾപൊട്ടുന്ന മേഖലകളിൽ ജീവിച്ചു വരിക. അപ്പൊ ഈ മനുഷ്യർക്ക് വേണ്ടി സർക്കാർ എന്ത് ചെയ്തു? അവരെ മാറ്റി പാർപ്പിക്കുന്നു. മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ സർക്കാർ പറഞ്ഞതാണ്, നമ്മളാരും പറഞ്ഞല്ല. ഈ നാള് വരെ ഈ പറഞ്ഞ ഈ 1 ലക്ഷം പേരിൽ ഇപ്പൊ ഈ മരിച്ചുപോയ മനുഷ്യരുണ്ട്, ഈ മണ്ണിന്റെ അടി കിടക്കുന്ന മനുഷ്യന്മാരുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ആ മനുഷ്യരുടെ ഒരു പ്രശ്നം? കാരണം ഈ മാപ്പിംഗ് എന്ന് പറയുന്നത് സാങ്കേതികമായി നടന്നു എന്നാണ് ഞാനിപ്പോ ചില പത്രങ്ങളിലൊക്കെ ചില വാർത്തകൾ മനസ്സിലാകുന്നത്. സ്ഥലങ്ങളൊക്കെ KSDMA ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സ്ഥലങ്ങളിലെ മനുഷ്യർക്ക് വേണ്ടി വേണമെങ്കിൽ അവർക്ക് അവരുടെ കൃഷിസ്ഥലം അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് താമസം പുറത്തെവിടെയെങ്കിലും ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്ന രീതിയിൽ അവരെ മാറ്റിക്കൊണ്ടുപോകാവുന്നേ ഉള്ളൂ. ഇവിടെ തന്നെ 3-4 ദിവസം മുമ്പ് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ കൽപ്പറ്റയുള്ള ഹ്യൂംസ് എന്ന് പറയുന്ന ഒരു കാലാവസ്ഥാ പ്രവചനം നടന്ന കാലാവസ്ഥാ ഗവേഷണ സ്ഥാപനം വളരെ കൃത്യമായി ഏതാണ്ട് 24 മണിക്കൂറിന് മുൻപ് വളരെ കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹ്യൂംസ് എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം കൽപ്പറ്റ ആസ്ഥാനമായിട്ടുള്ളത്. അതൊരു വിഷ്ണുദാസ് എന്ന് പറയുന്ന ഒരാളാണ് അതിന്റെ ഡയറക്ടർ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിലൊക്കെ അതിന്റെ വാർത്ത വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വളരെ കൃത്യമായി വയനാട്ടിൽ തന്നെ ലോക്കൽ ലെവലിൽ ആളുകൾ കാലാവസ്ഥ കൃത്യമായി പ്രവചിക്കുന്നു, മുൻകൂട്ടി പറയുന്ന ഒരു ദുരന്തം ഉണ്ടാവുന്നു. ഒരു നടപടി നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ആളുകളെ പിന്നെ 2013 തൊട്ട് ഗാഡ്ഗിൽ ഐഡന്റിഫൈ ചെയ്ത ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഏറ്റവും ഹസാർഡസ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് കണ്ടുപിടിച്ച സ്ഥലമാണ് ചൂരൽമല. അപ്പൊ അവിടെ പോലും ഒരു തരത്തിലുള്ള മുന്നറിയിപ്പ് ഈ ആളുകൾ ഇത്രയും മരണത്തിലേക്ക് നമുക്ക് എത്തിക്കാതിരിക്കാൻ കുറച്ച് ജാഗ്രത ഉണ്ടായിരുന്നെങ്കിൽ ഒരു മുൻകൂട്ടിയുള്ള ഒരുക്കം ഉണ്ടാക്കി പറ്റുമായിരുന്നു. അല്ല, ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മളൊരു 2-3 പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന എന്തൊക്കെയായിരിക്കും ഈ ഇതില്? ഒന്നും ഞാൻ പറഞ്ഞല്ലോ, കാലാവസ്ഥ മാറ്റം പ്രശ്നമാണ്, അതിതീവ്ര മഴ മനുഷ്യനിർമ്മിതമായ കാര്യങ്ങൾ. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ ദുരന്തങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ജാഗ്രതയാണ്. കാരണം നമ്മൾ 2018 തൊട്ട് നമ്മൾ കേരളം വലിയൊരു ദുരന്ത ബാധിത സംസ്ഥാനമായി മാറിയതാണ്. അപ്പൊ ഓരോ കൊല്ലവും ഈ മഴയ്ക്ക് മുന്നോടിയായിട്ട് നമ്മളിപ്പോ രോഗങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു എന്താ പറയാ മഴക്കാലത്തിന് മുന്നോട്ടിയുള്ള ഒരു റിവ്യൂ ഒക്കെ നടത്തുമല്ലോ, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കുമല്ലോ ആരോഗ്യ വകുപ്പ്. അതുപോലെ എന്തുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങളുമായിട്ട് ഇന്ന സ്ഥലങ്ങൾ വൾണറബിൾ ആണ്, അവിടെയുള്ള ആളുകളോട് ജാഗ്രത പാലിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട മുൻകൂട്ടി ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞ് നമ്മൾ മാറ്റിപ്പാർപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ ക്യാമ്പുകളൊക്കെ നേരത്തെ തുടങ്ങണ്ടേ?
ഈ മനുഷ്യരെ മഴക്കാല പൂർവ്വ ശുചീകരണം എന്നൊക്കെ പറയുന്നത് പോലെ മഴക്കാല പൂർവ്വ ശുചീകരണം പോലെ തന്നെ മഴക്കാല പൂർവ്വമായിട്ട് ഈ ആളുകളെ മാറ്റിപ്പാർപ്പിക്കണം. അല്ലാത്ത ആളുകൾ കൃത്യമായി ഇൻഫർമേഷൻ കൊടുക്കാനും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അവരെ ഒറ്റ മെസ്സേജിൽ നിമിഷം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റണ്ടേ? അപ്പൊ നമ്മള് ഒരു കാലാവസ്ഥാ മാറ്റത്തിന്റെ ഏറ്റവും വലിയ രൂക്ഷഫലം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ്. പണ്ട് ഒറീസയൊക്കെ എങ്ങനെയായിരുന്നു, ആന്ധ്രാപ്രദേശ് എങ്ങനെയായിരുന്നു, ഇപ്പൊ അവിടെയൊക്കെ അത് കുറെ കുറഞ്ഞു. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ പാറമടകള്, അതുപോലെ തന്നെ ഹോട്ടൽ മാഫിയ, റിസോർട്ട് മാഫിയ, പിന്നെ ദേശീയപാത നിർമ്മാണം, ഇത് 3 പറയുന്നത് ആളുകൾ. അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഈ ദുരന്തങ്ങളിൽ വലിയൊരു റോള് വഹിച്ചിട്ടുണ്ടെന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഏത് തരത്തിലുള്ള അടിസ്ഥാന സൗകര്യം, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? എന്തായാലും അവിടെ ഈ മരിച്ചുപോയ മനുഷ്യർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ അടിസ്ഥാന സൗകര്യങ്ങളല്ല. ഇത് ഉണ്ടാക്കിയെടുത്ത ആൾക്കാർ ഇപ്പൊ തന്നെ കേൾക്കുന്നത് 2 പാറമടകൾക്ക് നിലവിലെ അവിടെ അനുമതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് പക്ഷെ അതിപ്പോ പ്രവർത്തിച്ചു തുടങ്ങിയില്ല, പ്രവർത്തിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പൊ ഇതൊന്നും ഉണ്ടായിരിക്കുന്നത്. അപ്പോ ഒപ്പം തന്നെ ഇപ്പൊ ഇത്രയും റിസോർട്ടുകൾ വരുന്നു, റിസോർട്ടുകൾക്ക് വേണ്ടി റോഡ് പണിയുന്നു, പാലം പണിയുന്നു, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മൾ ഈ വയനാട്ടിൽ തന്നെ ടൂറിസം എന്ന് പറയുന്ന ഒരു സംഭവം അതൊരു ഇൻകം പ്രൊവൈഡറും ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമായിട്ട് മാറണമെങ്കിൽ അത് കുറച്ചുകൂടി സുസ്ഥിരമായ ഒരു സമീപനം വേണം. കാരണം നമ്മൾ എവിടെയൊക്കെ റോഡ് ഉണ്ടാക്കാം, എവിടെയൊക്കെ പാലം ഉണ്ടാക്കാം. ഇപ്പൊ പല സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ മഹാരാഷ്ട്രയിൽ മത്തേറാൻ എന്ന് പറയുന്ന ഹിൽ ഏരിയ വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. പക്ഷെ അവിടേക്ക് ബസ്സോ കാറോ ലോറിയോ ഒന്നും സർക്കാർ അനുവദിക്കുന്നില്ല. അവിടേക്ക് ഒരു ടോയ് ട്രെയിൻ പോലത്തെ ഒരു സംവിധാനം അല്ലെങ്കിൽ നടന്നു പോകണം. നമ്മൾ കേരളത്തിലാണെങ്കിൽ ഒരു ടൂറിസം കേന്ദ്രം വന്ന ആദ്യം നമ്മൾ അങ്ങോട്ട് പറയും അവിടേക്ക് KSRTCയുടെ മറ്റേ ടൂറിസ്റ്റ് ബസ് പോകണം പോലെ ആദ്യം ജനങ്ങൾ തന്നെ ബസ് ഉന്നയിക്കും. അപ്പൊ ഈ റോഡ് പണിയുമ്പോഴും ഇത്രയും വാഹനങ്ങൾക്ക് പോകാൻ പറ്റുമോ? ഇത്രയും ആളുകൾ പോകേണ്ട സ്ഥലമാണോ? ഇപ്പൊ പോലും ദുരന്തം നടന്ന സ്ഥലത്തേക്ക് മനുഷ്യരെന്താ വെച്ചിട്ട് ദുരന്ത ടൂറിസവും കൊണ്ടാണ് ആളുകൾ പോകുന്നത്. ആളുകൾ ഉടനെ തന്നെ ക്യാമറ എടുത്ത വ്ളോഗറും യൂട്യൂബറും ഒക്കെ പോവുകയാണ്. പുത്തുമലയിലും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നല്ലോ. ഞാൻ അവസാനമായിട്ട് ചോദിക്കുന്ന ചോദ്യം, ഈ ഇതുപോലുള്ള എല്ലാ ഇപ്പം പാറമടയായാലും റിസോർട്ട് മാഫിയ ആയാലും ദേശീയപാത നിർമ്മാണമായാലും ഇതുപോലെയൊക്കെ ഉള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ ഉള്ളപ്പോൾ ഇതുപോലുള്ള ദുരന്തങ്ങൾ പിന്നെ എങ്ങനെ നമുക്ക് ഒഴിവാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും? അതാണല്ലോ പ്രശ്നം. കാരണം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വിവേകവും അവരുടെ മുൻഗണനകളുമാണല്ലോ നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത്. കാരണം സർക്കാരിന്റെ മുൻഗണന എന്താണ്? സർക്കാർ എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്? ഒരു സുസ്ഥിര വികസനം എന്ന് പറയുന്നത് മുഖമുദ്രയാക്കാത്ത ഒരു സർക്കാർ, അത് ഇടതാകട്ടെ വലതാകട്ടെ തീവ്ര വലതാകട്ടെ ഏതായാലും ഏത് സർക്കാർ നമ്മുടെ മുൻഗണന അവരുടെ പ്രയോറിറ്റിയാണ്. കാരണം അവരുടെ പ്രയോറിറ്റിയിൽ വൻകിടക്കാരും അവരുടെ സൗകര്യങ്ങളാണോ വേണ്ടത്, അതോ ഇതുപോലെയുള്ള ഈ തോട്ടത്തൊഴിലാളികളെ പോലെ ഈ നാമമാത്ര കർഷകരെ പോലുള്ള സാധാരണ മനുഷ്യരുടെ ജീവനാണോ വില എന്നുള്ള ഒരു കാര്യമുണ്ട്. കാരണം മരിച്ചു കഴിയുമ്പോൾ മാത്രമല്ലല്ലോ മനുഷ്യർക്ക് മൂല്യം ഉണ്ടാവേണ്ടത്. അപ്പൊ മരിച്ച ആളുകളുടെ ഒരു ദുരന്ത ഭൂമിയിലേക്ക് നഷ്ടപ്പെട്ട ഇലക്ട്രിസിറ്റി 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ തിരിച്ചു വരുത്തിയതുമ്പോൾ നമ്മൾ മേലിനടിക്കുകയാണ്. പക്ഷെ ഈ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് വെളിച്ചെന്ന് എനിക്ക് പോയി കെട്ടുപോയി ഒരവസ്ഥ എങ്ങനെ ഉണ്ടായത് നമ്മൾ നോക്കണ്ടേ? എന്നിട്ട് വേണ്ടേ നമ്മള് മറ്റുള്ള കാര്യങ്ങൾ ഉള്ളത്. അപ്പൊ എന്താണ് ഇതിനകത്തുള്ളൊരു എങ്ങനെയാണ് നമുക്ക് ഈ വിരൽ പൂളിൽ നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റും? അല്ല, ഇതിലൊരു പ്രശ്നം ഇവിടെ വെച്ചത് ഇപ്പൊ ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്ന ബൈബിളോ ഖുറാനോ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥമൊന്നുമല്ല. അത് പോരായ്മകളുണ്ടെങ്കിൽ തിരുത്തണം അല്ലെങ്കിൽ വിമർശനം. പക്ഷെ ഗാഡ്ഗിൽ എന്ന പേര് കേൾക്കുമ്പോ തന്നെ ഈ ചെകുത്താൻ കുരിശ് കണ്ട ഒരു അവസ്ഥയാണ് കേരളത്തില്. ഓരോ ദുരന്തം വരുമ്പോഴേക്കും കുറെ ആളുകൾ ഗാഡ്ഗിലിന്റെ അനുഭവിക്കുന്ന ആളുകൾ ചിലപ്പോൾ അയാളുടെ റിപ്പോർട്ടൊന്നും മെൻഷൻ ചെയ്യുമ്പോഴേക്കും ആ ആളുകളെ പോലും വർദ്ധിച്ചില്ല ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അതായത് ഇവിടെ ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല, ഇവിടെ ഒരു കൃത്യമായ ചർച്ച നടക്കാൻ പാടില്ല. ഇവിടെ കാര്യങ്ങൾ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ കണ്ട് മനസ്സിലാക്കി ചർച്ച ചെയ്ത് അതിന് പരിഹാരം കാണും. ശാസ്ത്രീയമായ സമീപനം ഉണ്ടാകാൻ പാടില്ല നിർബന്ധ ബുദ്ധിയുള്ള ആൾക്കാർ. ഇപ്പൊ നമ്മളിപ്പോ ഇന്നലെയൊക്കെ തൊട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള ആക്രമണങ്ങൾ നോക്കുമ്പോൾ വെച്ചാൽ ഈ കാര്യങ്ങളിൽ വിവേകത്തോടെ പറയുന്ന ആളുകളെ മുഴുവൻ കൂവിയിരുത്താൻ ശ്രമിക്കുകയാണ്. അതായത് അവരുടെ ലക്ഷ്യം ഈ എങ്ങനെയെങ്കിലും ഈ തുരങ്കപ്പാത നിലനിർത്തണം, ആ അജണ്ട പൊളിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഈ വൻകിടക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഈ രീതിയിലുള്ള അശാസ്ത്രീയമായ ടൂറിസം, അശാസ്ത്രീയമായ അടിസ്ഥാന സൗകര്യ വികസനം, ഈ രീതിയിലുള്ള മുൻഗണനകൾ തുടരണം എന്ന് തന്നെയാണ് അധികാരത്തിലിരിക്കുന്ന ആളുകളായാലും അവരുടെ പ്രചാരകരായാലും ചെയ്യുന്നതെന്നാണ് നമുക്കിത് മനസ്സിലാവുന്നത്. അതിനെ എതിർക്കുന്നവർ വികസന വിരോധികൾ ആയി മാറും. വികസന വിരോധികളും അതാണ്.